ഇന്ന് നമുക്ക് മാധവിക്കുട്ടിയുടെ ചേക്കേറുന്ന പക്ഷികൾ എന്ന കഥയുടെ ബാക്കി ഭാഗം നോക്കാം. ആദ്യത്തെ നക്ഷത്രം. അവൾ മന്ത്രിച്ചു. അതെ, വ്യാഴം, അയാൾ പറഞ്ഞു. ഉണ്ണിക്ക് ഓർമ്മയില്ലേ ഞാൻ വ്യാഴ നക്ഷത്രത്തെ നോക്കി ഒരു ശ്ലോകം ചൊല്ലിയിരുന്നത്? അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി 41 ദിവസം ഞാൻ ആ ശ്ലോകം ചൊല്ലി, മനസ്സിരുത്തി ചൊല്ലി. എന്നിട്ടോ എനിക്കൊന്നും കിട്ടിയില്ല. ഉമ്മ പറഞ്ഞു. ഉമ്മയ്ക്ക് എന്താണ് കിട്ടാത്തത്? എല്ലാം കിട്ടിയല്ലോ. വേണ്ടത്ര ധനം, പ്രസിദ്ധി, ഇനി എന്തു വേണം? അയാൾ ചോദിച്ചു. ഉമ്മ പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് നിശ്ചലമായിരുന്നു. അവളുടെ കണ്ണുകളിൽ അസ്തമനത്തിൻ്റെ ചുവപ്പ് സന്ധ്യയ്ക്ക് വെച്ച തിരിയെന്ന പോലെ പ്രകാശിച്ചു. വിളക്ക് വെച്ച കവാടങ്ങളായി മാറിയ ക്ഷീണിച്ച കണ്ണുകൾ. സംസാരിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അവളുടെ തൊണ്ടയിടറി. ഇത്രയൊക്കെ ബഹുമതികൾ ലഭിച്ചൊരു എഴുത്തുകാരി കേരളത്തിലുണ്ടോ? അയാൾ ചോദിച്ചു. ഉമ്മ ഒരു ശ്ലോകം ചൊല്ലി, മൃദുല സ്വരത്തിൽ. ഉമ്മ ഒന്നും മറന്നിട്ടില്ല. പഠിച്ച ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ഒന്നും ഉമ്മ മറന്നിട്ടില്ല. അത്ഭുതം തന്നെ, അയാൾ പറഞ്ഞു. അർത്ഥം മനസ്സിലാക്കാതെ ചൊല്ലിത്തുടങ്ങി. എല്ലാം കാണാപ്പാഠമായി. അർത്ഥം മനസ്സിലാക്കാതെ ചൊല്ലിടാമായിരുന്നു എൻ്റെ ജീവിതവും. ഞാനൊരു യന്ത്രപ്പാവിയായി തീർന്നു. ഉമ്മ പറഞ്ഞു. എനിക്ക് ഗ്രാമത്തിൽ തന്നെ ജീവിക്കുവാനാണ് ആഗ്രഹമുണ്ടായിരുന്നത്. കിരിയത്തെ നായന്മാരുടെ പാരമ്പര്യം തുടർന്നുകൊണ്ട് ഇവിടെ കഴിയുവാൻ ഞാൻ മോഹിച്ചു. ഞങ്ങളുടെ വംശത്തിൽപ്പെട്ട പെൺകുട്ടികൾ പൂണൂലുള്ളവരെ മാത്രം ഭർത്താക്കന്മാരായി സ്വീകരിച്ചു. സമൂഹം ഞങ്ങൾക്ക് വിധിച്ച ജീവിതം എനിക്ക് തൃപ്തികരമായിരുന്നില്ല. ഉച്ചയ്ക്ക് ഉറങ്ങുക, വൈകുന്നേരം 4 ദിക്കിലും തിരികൾ കത്തിച്ചു വെക്കുക, കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, പ്രഭാതത്തിനു മുമ്പ് ഭർത്താവിനെ യാത്രയാക്കുക, ഈ ജീവിതരീതി എനിക്ക് മതിയായിരുന്നു. ഉമ്മ തുടർന്നു. അയാൾ പെട്ടെന്ന് അസ്വസ്ഥനായി. എന്തൊക്കെയാണ് ഉമ്മ പറഞ്ഞു വരുന്നത്? അവളെ വിശ്വസിക്കുവാനുള്ള ധൈര്യം കൂടി തനിക്കില്ലെന്ന് അയാൾക്ക് തോന്നി. ഒരിക്കൽ ഉമ്മ ഈ കുഗ്രാമത്തോട് കലശമായ പുച്ഛത്തോടെ ആയിരുന്നല്ലോ നോക്കിയിരുന്നത്. കക്കൂസിൽ പോവാത്ത പറമ്പിലും കൂവച്ചെടികൾക്കിരുന്ന് വിസർജനം നടത്തിയവരെ പറ്റി ഉമ്മ പറഞ്ഞ് ചിരിക്കാറില്ലേ? ചിരിച്ചിരിക്കാം, പക്ഷേ